കേരളം കണ്ട ഏറ്റവും വലിയ വഞ്ചകൻ മുഖ്യമന്ത്രി പിണറായി വിജയനും നിലമ്പൂരിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി പി വി അൻവർ. പിണറായി ആദ്യം വഞ്ചിച്ചത് VS-നെയാണ്. മലപ്പുറം ജില്ലയെക്കുറിച്ച് നടത്തിയതാണ് അടുത്തിടെ നടത്തിയ വഞ്ചന. പിണറായിക്ക് നിലമ്പൂരിലെ ജനം മറുപടി പറയുമെന്നും തന്നെ വഞ്ചകനെന്ന് വരുത്തി തീർക്കാനാണ് ഇടതുപക്ഷ നീക്കമെന്നും പി വി അൻവർ പറയുന്നു. കേരളം കണ്ട ഏറ്റവും വഞ്ചകനും ഒറ്റുകാരനുമായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, സത്യത്തിൽ അദ്ദേഹം വഞ്ചന നടത്തിയത് കേരളത്തിൽ ആദ്യമായിട്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോടും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെയും തൊഴിലാളികളെയും സ്നേഹിക്കുന്ന VS അച്യുതാനന്ദനെയും വഞ്ചിച്ചുകൊണ്ടാണ്. ആ വഞ്ചനയുടെ ഫലമാണ് സത്യത്തിൽ ഇന്ന് അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി പദം പോലും. തീർത്തും വഞ്ചകനായ മുഖ്യമന്ത്രിക്ക് എന്നെ എങ്ങനെ വഞ്ചകൻ എന്ന് വിളിക്കാൻ പറ്റും? മുഖ്യമന്ത്രി ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാനാണ് നീക്കമെന്നും അതിൽ കീഴടങ്ങില്ലെന്നും LDF കൺവീനർ ടി.പി. രാമകൃഷ്ണൻ പറഞ്ഞു. പി വി അൻവറുമായി സംവാദത്തിന്റെ പ്രശ്നം ഉദിക്കുന്നില്ലെന്നും LDF കൺവീനർ പറഞ്ഞു. ജനക്ഷേമ നടപടികളിലും വികസന പ്രവർത്തനങ്ങളിലും കേരളം ഈ രാജ്യത്തിന് തന്നെ മാതൃകയാണ്. അത്തരമൊരു നിലപാട് സ്വീകരിച്ച് മുമ്പോട്ട് പോകുന്ന മുഖ്യമന്ത്രിയെ ഒറ്റതിരിഞ്ഞാക്രമിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെ തകർക്കാൻ പല സന്ദർഭങ്ങളിലും ശ്രമം നടന്നിട്ടുണ്ട്. അതിലൊന്നും കീഴടങ്ങുന്നില്ലെന്ന് മാത്രമല്ല, അത്തരം ആരോപണങ്ങളെല്ലാം ജനങ്ങൾ വലിയ തോതിൽ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. മുഹമ്മദ് റിയാസ് ചെയ്ത തെറ്റെന്തെന്നാ? മുഖ്യമന്ത്രിയുടെ മകളെ കല്യാണം കഴിച്ചെന്നുള്ളതോ? വേറെ എന്തെന്നാ മുഹമ്മദ് റിയാസ്? ഒരു അടിസ്ഥാനരഹിതമായിട്ടുള്ള ഏത് ആക്ഷേപങ്ങളും ആരോപണങ്ങളും കേരളത്തെ അത് ബാധിക്കാൻ പോകുന്നില്ല. മുഖ്യമന്ത്രിയെയോ മുഖ്യമന്ത്രിയുടെ കുടുംബത്തെയോ കേരളത്തിലെ ഗവൺമെൻറ്റിനെയോ CPM-നെയോ ഒരു തരത്തിലും ഇത് ബാധിക്കാൻ പോകുന്നില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്പസമയത്തിനകം ഡൽഹിയിൽ കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുമായി കൂടിക്കാഴ്ച നടത്തും. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് കൂടിക്കാഴ്ച. മലപ്പുറം ദേശീയപാതയിൽ ഉണ്ടായ തകർച്ചയും ചർച്ചയാകും. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേർന്നു. ബൽറാം, ആ തകർച്ച ഒരു ഒന്നൊന്നര തകർച്ചയാണ്. മാത്രമല്ല, ഇനി ആ വയഡക്റ്റൊക്കെ പണിഞ്ഞെടുക്കണമെങ്കിൽ എത്ര വർഷം എടുക്കുമെന്ന് ആർക്കാണ് അറിയാൻ കഴിയുക? അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു വിശദമായ ചർച്ച അവിടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമോ? ഹാഷ്മി, മലപ്പുറത്ത് ദേശീയപാത തകർന്ന സംഭവവുമായി ബന്ധപ്പെട്ട നേരത്തെ തന്നെ സംസ്ഥാനവും കേന്ദ്രവുമായി ആശയവിനിമയം നടത്തുകയും ഇക്കാര്യത്തിൽ കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. ഈ കരാർ എടുത്ത കമ്പനിക്കും ഒപ്പം തന്നെ ദേശീയപാത അതോറിറ്റിയിലെ ജീവനക്കാർക്കും ഉന്നത ഉദ്യോഗസ്ഥർക്കും എതിരായ നടപടികൾ സ്വീകരിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ ചർച്ചകൾ ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ ഉണ്ടാകും. പ്രധാനമായും ഈ ദേശീയപാത തകർന്ന സംഭവത്തിലുള്ള സംസ്ഥാനത്തിൻ്റെ ആശങ്ക ഈ കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസും ഉന്നയിക്കും കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിക്ക് മുന്നിൽ. ഒപ്പം തന്നെയാണ് ഈ പാതയുടെ നിർമ്മാണ പുരോഗതി സംബന്ധിച്ചുള്ള വിലയിരുത്തൽ. സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഈ സാമ്പത്തിക വർഷത്തിൽ തന്നെ ദേശീയപാത 66-ന്റെ നിർമ്മാണം പൂർത്തിയാക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിലവിലുള്ള പുരോഗതി, നിർമ്മാണ പുരോഗതിയും അത് നിർമ്മാണം ഒരു വർഷത്തിനകം പൂർത്തിയാകുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും ഈ കൂടിക്കാഴ്ചയിൽ സംസ്ഥാനം ഉന്നയിക്കുന്നുണ്ട്. ഒപ്പം ആണ് സംസ്ഥാനത്തെ മറ്റ് ദേശീയപാതകൾ അടക്കമുള്ളവയുടെ വികസനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും ഈ കൂടിക്കാഴ്ചയിൽ ഉന്നയിക്കുന്നുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് ഉപരിതല ഗതാഗത മന്ത്രാലയ ആസ്ഥാനമായ ട്രാൻസ്പോർട്ട് ഭവനിലാണ് ഈ കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഒപ്പം തന്നെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ്, കൂടാതെ ഡൽഹിയിലെ കേരളത്തിൻ്റെ പ്രത്യേക പ്രതിനിധി KV തോമസ്, കൂടാതെ ചീഫ് സെക്രട്ടറി A ജയതിലക് അടക്കമുള്ളവർ ഈ കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. കേരളത്തിൻ്റെ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ടുള്ള നിർണായക ചർച്ചകൾ ഈ കൂടിക്കാഴ്ചയിൽ ഉണ്ടാകും. ഹാഷ്മി. ഓക്കെ, ബൽറാം നെടുങ്ങാടിയാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.